മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി എൻ്റെ കയ്യിലിരിക്കുന്നത് കച്ചോലമാണ്. കച്ചോലം നമുക്കെല്ലാവർക്കും അറിയാം. വളരെ പണ്ട് കാലം മുതൽ തന്നെ മിക്കവാറും എല്ലാ വീടുകളിലും വളർത്തിയിരുന്ന ഒരു പച്ചമരുന്നാണ്. ഈ സുഗന്ധവ്യഞ്ജനമാണ് കച്ചോലം എന്ന് പറഞ്ഞത്. കാരണം മുൻകാലങ്ങളിൽ മിക്കവാറും ഉള്ള എല്ലാ വീടുകളിലും കൊച്ചു കൊച്ചു രോഗങ്ങൾ വളരെ പെട്ടെന്ന് സുഖപ്പെടുത്താനുള്ള പച്ചമരുന്നുകൾ വളർത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കച്ചോലം എന്ന് പറഞ്ഞാൽ. കച്ചോലം വീട്ടമ്മമാർ ചെയ്തിരുന്നത് കുഞ്ഞുങ്ങൾക്ക് ഉദരസംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ദഹനക്കേട്, അതുപോലെ തന്നെ വയറ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ കച്ചോലം അരച്ചതിൻ്റെ നീര് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ വിരമരുന്നായിട്ട് കച്ചോലം ഉപയോഗിച്ചിരുന്നു. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഈ കച്ചോലത്തിൻ്റെ ഇല ഒന്നോ രണ്ടോ ഇല ഞെവിടി, ഒരിലയായാലും മതി, ഞെവിടി ആ വെള്ളത്തിൽ ചേർത്ത് കുളിക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ല ഒരു സുഗന്ധം കിട്ടും. എന്ന് മാത്രമല്ല, നമ്മളെ കൊതുക് കുത്തത്തില്ല. ആ ഒരു ദിവസവും കൊതുക് കുത്തത്തില്ല. നമുക്ക് വേണമെങ്കിൽ പരീക്ഷ നോക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു ഗുണമുള്ളത്, ഇതിനൊരു പ്രത്യേക സുഗന്ധമാണുള്ളത്. ഒരു സുഗന്ധം എന്ന് വെച്ചാൽ രൂക്ഷ സുഗന്ധമാണ്. അതുകൊണ്ട് തന്നെ ചെറു പ്രാണികളും ഇഴജന്തുക്കളും ഈ കച്ചോലം നിൽക്കുന്നിടത്ത് വരത്തില്ല. അത് എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കച്ചോലമൊക്കെ ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പച്ചമരുന്നുകൾ പലതും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പച്ചമരുന്നിന് പകരം അലോപ്പതി മരുന്നുകളെ ആശ്രയിക്കുന്നതിൻ്റെ ഫലമായിട്ട് പച്ചമരുന്നുകളുടെ പറ്റിയുള്ള അറിവില്ലായ്മയും അത് നട്ടു വളർത്താനുള്ള താല്പര്യക്കുറവും മൂലം ഇതെല്ലാം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലാണ്, ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ കച്ചോലത്തെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ ഈ കച്ചോലത്തിൻ്റെ നടീൽ വസ്തു എന്ന് പറയുമ്പോഴേ ഇതിൻ്റെ കിഴങ്ങാണ്. ഇത് കച്ചോലത്തിൻ്റെ കിഴങ്ങാണ്. ഇതാണ് നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കുന്നതും വിൽക്കുന്നതുമൊക്കെ. അപ്പോൾ ഇത് കിഴങ്ങെന്ന് പറയുമ്പോൾ ഇത് ചെറു കിഴങ്ങാണ്. നമ്മുടെ ഇഞ്ചി, മഞ്ഞൾ എന്നിവൻ്റെ ഇത് കാണ്ഡമാണ്. അപ്പോൾ ഇത് നമ്മൾ കിളച്ചെടുത്ത്, ഇത് കൃഷി ചെയ്തതിന് ശേഷം ഇത് കിളച്ചെടുത്ത് നല്ല ഭംഗിയായിട്ട് കഴുകി ഇതിൻ്റെ വേരുമൊക്കെ നീക്കച്ചതിന് ശേഷം ചെറു കഷ്ണങ്ങളായിട്ടാക്കുക. അങ്ങനെ ആക്കി ഉണക്കിയാണ് നമ്മൾ ഇത് വിൽക്കുന്നത്. ഒരു 4 ദിവസം 5 ദിവസം വരെ ഉണങ്ങുന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങിക്കിട്ടും. അതീവ സുഗന്ധമായിരിക്കും, നല്ല സുഗന്ധമായിരിക്കും ഉണങ്ങുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മൾ വിൽക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ നല്ല വിലയുണ്ട്. ദശമൂലാരിഷ്ട ഉൾപ്പെടെയുള്ള മരുന്നുകളിൽ വ്യാപകമായിട്ട് കച്ചോലം ചേർക്കുന്നുണ്ട്. ഒപ്പം ഇത് അരിഞ്ഞുണങ്ങിയതിന് ശേഷം തേനിൽ ഇട്ട് വച്ചിരുന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ചുമ, കഫക്കെട്ട് മുതലായ രോഗങ്ങളൊന്നും തന്നെ നമുക്കുണ്ടാവത്തില്ല. ഒപ്പം മിക്കവാറുമുള്ള ഉദരരോഗങ്ങൾക്ക്, വിര മൂലമുള്ള അസുഖങ്ങൾ, അതുപോലെ ദഹനക്കുറവ്, ഇതിനെല്ലാം ഈ കച്ചോലം അത്യുത്തമമാണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് ഇതൊരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് വെളുത്തുള്ളിയുടെ നീരും ഈ കച്ചോലത്തിൻ്റെ നീരും കൂടെ ചേർത്ത് പച്ചക്കറികൾ അടിച്ചു കൊടുത്താൽ പച്ചക്കറികൾ വന്നുകൂടുന്ന ഒട്ടനവധി കീടബാധകൾ ഒഴിവായി കിട്ടും. പിന്നെ മറ്റൊന്ന്, ഈ മഴക്കാലത്തിൻ്റെ ആരംഭത്തിലും മഞ്ഞുകാലത്തുമൊക്കെ ഇതിൻ്റെ ചതച്ച നീരും വെളുത്തുള്ളിയുടെ നീരും കൂടെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇഴജന്തുക്കൾ, പാമ്പുകളൊന്നും വരത്തില്ല. അങ്ങനെയൊക്കെ പ്രകൃതി തന്നെ നൽകിയ ആ ഒരു ഔഷധ സസ്യമാണ് ഈ കച്ചോലം എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള ഈ കച്ചോലം നമുക്ക് ഈ ചെടിച്ചട്ടിയിൽ വളർത്താം. ഇപ്പം എല്ലാവർക്കും ഒന്നും തറയിൽ മണ്ണിൽ വളർത്താനുള്ള സൗകര്യങ്ങളോ അതിനുള്ള താല്പര്യങ്ങളൊന്നും കാണത്തില്ല. പകരം പൂന്തോട്ടം, ചെടിത്തോട്ടമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇന്ന് വ്യാപകമായി പ്രചാരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചെടിച്ചട്ടികളിലും ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ ഉള്ള കൃഷി രീതികളൊക്കെ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് വിൽക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടോ ചെടിച്ചട്ടിയിൽ ഇതെങ്ങനെ ആകർഷകമാക്കി വളർത്തി നിൽക്കാം എന്നുള്ളത് നമ്മൾ പറയുന്നത്. കാരണം ഇതറിയാം, ഒരുപാട് ഉയരമൊന്നുമില്ല, ഇഞ്ചിയുടെ മഞ്ഞൻ്റെ കൂട്ടം ഉയരമൊന്നുമില്ല, അല്പം മാത്രം ഉയരമുള്ളൂ. ഇങ്ങനെ നല്ല രസമാണ്, പച്ച ഇലയാണ്, വെളുത്ത പൂവൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് ചെടിച്ചട്ടിയിൽ നമുക്ക് നട്ട് നമ്മുടെ മുറ്റത്ത് വെക്കാമെങ്കിൽ ഇതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരുന്ന വാതകത്തിന് ഔഷധ ഗുണമുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ കിഴങ്ങ്, നീരോ ഒന്നും കഴിക്കാൻ ഒത്തില്ലെങ്കിൽ പോലും ഇതുമായി സമ്പർക്കത്തിലേർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റിൽ എവിടെയെങ്കിലും ഒരിടത്ത്, വീടിൻ്റെ മുമ്പിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് വരുന്ന ഔഷധ ഗുണമുള്ള ആ വാതകം നമ്മുടെ ചുറ്റുപാട് വ്യാപിക്കുകയും അങ്ങനെ ഒരു പരിധി വരെയൊക്കെ ഇതിൻ്റെ ഗുണം ചെറിയ ഒരളവിലെങ്കിലും നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ഒപ്പം നമുക്കൊരു വിജ്ഞാനമാണ്, ഒരു വിനോദമാണ്, ഒരു വരുമാന മാർഗമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെയുള്ള മണ്ണുകൊണ്ടുള്ള ഒരു ചെടിച്ചട്ടിയാണ്. മണ്ണുകൊണ്ടുള്ള ചെടിച്ചട്ടി എടുക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഈ കച്ചോലം ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾക്ക്, മഞ്ഞളിനായാലും ഇഞ്ചിക്കായാലും ഇതിന് വെള്ളം ആവശ്യമാണ്, നല്ല രീതിയിൽ വെള്ളം ആവശ്യമാണ്. അപ്പം ഇതാവുന്നുണ്ടെങ്കിൽ നല്ല ഈർപ്പം നിലനിർത്താനും ഒപ്പം തണുപ്പ് നിലനിർത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാനിത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ,
ഞാൻ എന്നും പറയാറുണ്ട്, ഇതിനകത്തൊരു ദ്വാരമുണ്ട്. ഈ ദ്വാരം എന്ന് വെച്ചാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം വെളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ആ ദ്വാരം മണ്ണും തോലും ഒക്കെ ചേർന്ന് അടയാതിരിക്കാൻ വേണ്ടി ഒരു ഓടിൻ്റെ കഷ്ണം ഞാൻ ഇതിനകത്ത് ഇറക്കി വെച്ചു. ആദ്യമായിട്ട് അതാ ചെയ്ത്. അതിനുശേഷം ഇതിൽ കുറച്ച് കരിയില, ഇത് ഉണങ്ങിയ കരിയില, അഴുകിയ കരിയിലയാണ്. ഈ അഴുകിയ കരിയില ഇതിനകത്ത് നിറച്ച് കൊടുക്കുകയാണ്. കാരണം കച്ചോലത്തിനൊക്കെ കുറച്ച് മണ്ണ് മതി, ഇതിന് ചെറിയ വേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് കരിയില ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. മുക്കാൽ ഭാഗം കരിയില ഇറക്കി വെച്ച് കൊടുത്തു. ഇനിയും ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഇത് നിറയ്ക്കാനുള്ള മണ്ണ് ശരിയാക്കണം. അല്പം വളം ഇതിന് ആവശ്യമാണ്. കാരണം ഈ ചട്ടിക്കകത്താണ് നമ്മൾ വളർത്തുന്നത്, അപ്പോൾ കുറച്ച് വളം ആവശ്യമാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് എല്ലുപൊടിയും ചാമ്പലുമാണ്. ഇത് നമ്മൾ ഈ മണ്ണുമായിട്ടൊന്ന് ലയിപ്പിക്കാൻ പോവുകയാണ്, മണ്ണുമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ പോവുകയാണ്. മണ്ണും എല്ലുപൊടിയും വെണ്ണീർ അഥവാ ചാരവും തമ്മിൽ കൂട്ടിയിളക്കി. ഈ കൂട്ടിയിളക്ക മണ്ണ് നമ്മൾ ഈ കരിയിലയുടെ മുകളിൽ ഇടാൻ പോവുകയാണ്. ഓക്കെ, ഇത്ര ഇട്ടാൽ മതി, കാരണം ഇതിന് വളരെ കുറച്ച് മണ്ണ് മാത്രം മതി. ഇനി നമ്മൾ ഇത് നടുകയാണ്. ഇങ്ങനെ നമ്മൾ നട്ടു കൊടുത്താൽ മതി. ഇത് കിളിച്ച് കഴിയുന്നൊന്നേ ഇത് പടർന്ന് ഈ ചട്ടി നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിൽ ഇലകളോടുകൂടി ആവും. നമുക്ക് വേണമെങ്കിൽ ഒരു വർഷമാവുന്നൊന്നേ ഇത് ചട്ടിയിൽ നിന്ന് മാറ്റി ഇതിൻ്റെ കിഴങ്ങെടുത്ത് വേറെ നടുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യാം. അതല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നിർത്തിയിരുന്നാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കിളിച്ച് വരും. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇല നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഞെവിടി കുളിക്കാമെങ്കിൽ കൊതുക് കുത്തത്തില്ല, ശരീരത്തിന് നല്ല സുഗന്ധം ഉണ്ടാവും, ദുർഗന്ധമെല്ലാം മാറും. അതുപോലെ തന്നെ കിഴങ്ങ് നമുക്ക് വിൽക്കാൻ സാധിക്കും. ഇതിൻ്റെ കിഴങ്ങെടുത്ത് ഭംഗിയായിട്ട് ഉണങ്ങി കൊച്ചു കഷ്ണങ്ങളാക്കി ഉണങ്ങി തേനിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ചുമ അതുപോലെയുള്ള കഫരോഗങ്ങൾക്ക് വളരെയധികം ഉത്തമമാണ്. പിന്നെ കീടനാശിനി, ഇതിൻ്റെ നീരും ഈ കച്ചോലക്കിഴങ്ങിൻ്റെ നീര്, കച്ചോലക്കിഴങ്ങ് എന്ന് വെച്ചാൽ ഇതേപോലെയാണ്, ഇതാണ് ഇതിൻ്റെ കിഴങ്ങെന്ന് പറഞ്ഞാൽ. ഈ കച്ചോലക്കിഴങ്ങ് ചതച്ച് അതിൻ്റെ നീരും വെളുത്തുള്ളിയുടെ നീരും തമ്മിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ, തളിച്ച് കൊടുക്കാമെങ്കിൽ പച്ചക്കറിക്ക് യാതൊരു വിധത്തിലുള്ള കീടനാശിനികളും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത് അന്യം നിന്ന് പോകുന്ന ഈ ചെടികളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മളൊന്ന് നട്ട് പരിചരിക്കുന്നത് നല്ലതാണ്. പ്രിയമുള്ളവർ, ഇത്തരത്തിൽ നമ്മളുമായിട്ട് ബന്ധമുള്ള കൃഷികളെ, ഔഷധസസ്യങ്ങളെ, മറ്റു കാര്യങ്ങളൊക്കെ ആണ് ഞങ്ങളുടെ യൂട്യൂബിലൂടെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുന്നതിനും ആ വിഷയം സംബന്ധിച്ച് അറിവ് ശേഖരിക്കുന്നതിനും നമ്മളുടെ സമാന ചിന്താഗതിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ആ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.